ഓപ്പറേഷൻ റാസി വീണ്ടും കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നു. എൻ്റെ കൂടെ കറസ്പോണ്ടന്റ് ഹാരിസും കറസ്പോണ്ടന്റ് അഖിൽ സിസിയും ഇപ്പോൾ ഉണ്ട്. ഇപ്പോൾ നമ്മൾ അഭിപ്രായ സർവേക്ക് വേണ്ടി മിൻഹാജിനെ ക്ഷണിച്ചുള്ളത്. മിൻഹാജ്, എന്താണ് ഓപ്പറേഷൻ റാസിയെ കുറിച്ചുള്ള തൻ്റെ അഭിപ്രായം? ഈ മിഷൻ ഇമ്പോസിബിൾ. കാരണം നമ്മൾ അയ്യനെ വെച്ച് കണ്ണ് വെട്ടിച്ച് പോകാന്ന് പറഞ്ഞു അതൊരിക്കലും സാധ്യമല്ല. കാരണം അയ്യനെ കണ്ണ് എപ്പോഴും സോറി, മിൻഹാജ് ഈസ് ഔട്ട് ഓഫ് സ്റ്റേഷൻ. സാങ്കേതിക കാരണങ്ങളാൽ മിൻഹാജിനെ അവധി പറയേണ്ടി വന്നു. അടുത്തത് അഭിപ്രായ സർവേക്ക് ജോയലെ വിളിച്ചോണ്ട്. സോറി, ജോയൽ ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ്. ജോയലെ കുറച്ച് നിമിഷത്തിനുള്ളിൽ കിട്ടുന്നതാണ്. ഹലോ ജോയൽ, കേൾക്കുന്നുണ്ടോ? ജോയൽ അഭിപ്രായ സർവേ എത്തുന്നു. റാസിയുടെ രക്ഷപ്പെടലെ കുറിച്ച് എന്താ തന്റെ അഭിപ്രായം? രക്ഷപ്പെട്ടിട്ടില്ല, രക്ഷപ്പെടാൻ പോകുന്നു. എന്താ അഭിപ്രായം? രക്ഷപ്പെടുന്നത് വളരെ നല്ലൊരു കാര്യമാണ്. പക്ഷേ സാറിന്റെ ഉൾപ്പെടൽ സാറ് കണ്ടുപിടിച്ചുള്ള പ്രശ്നങ്ങളെ കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യേണ്ടത്. ജോയൽ പറഞ്ഞത് വളരെ കറക്റ്റാണ്. റാസിയുടെ രക്ഷപ്പെടലല്ല, രാശി രക്ഷപ്പെടൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളെ കുറിച്ചാണ് നമ്മളിപ്പോൾ ശരിയാക്കേണ്ടത്. നമ്മുടെ അടുത്ത അഭിപ്രായത്തിലേക്ക് സച്ചിനെ വിളിക്കുന്നു. സച്ചിൻ, എന്താണ് താങ്കളുടെ അഭിപ്രായം? സോറി, സച്ചിൻ കിക്കായിരിക്കുകയാണ്. സച്ചിനെ പറ്റി മോര് കുടിച്ചതിന് ശേഷം നോക്കാം. അടുത്തതായി അഭിപ്രായ സർവേക്ക് ഒരാളെന്നെ തോണ്ടി വിളിക്കുന്നു. എന്താണ് ഇപ്പോൾ താങ്കൾക്ക് കിട്ടിയ വിവരം? എന്താണ് ലേറ്റസ്റ്റ് അവിടുത്തെ സ്ഥിതി എങ്ങനെ ഇരിക്കുന്നു? വരയ്ക്കാൻ പറഞ്ഞിരിക്കുന്നത് ഇതിനെക്കൊണ്ട് വരയ്ക്കാൻ പറ്റുന്നത് എനിക്ക് വളരെ നിശ്ചയമുള്ളത്. കാര്യം പ്രശ്നം തന്നെയാണത്. വളരെ വൃത്തികെട്ട പ്രശ്നമാണ്. അപ്പോ അതാണ് ബൈബിൾ പറയുന്നത്, ഹെക്സഗണൽ പ്രശ്നം വളരെ വൃത്തികെട്ട പ്രശ്നമാണെന്ന്. അടുത്ത നമ്മുടെ വിഷയത്തിൽ നിന്ന് തെറ്റിമാറിയോന്നൊരു സംശയം. അടുത്തതായി നമ്മുടെ അഭിപ്രായ സർവേക്ക് വിളിക്കുന്നത് ഷിഹാബ്. ഷിഹാബ്, എന്താണ് താങ്കളുടെ അഭിപ്രായം? ഓരോ നീക്കങ്ങളും അയ്യച്ചേട്ടൻ വന്നതിനാൽ ഞാനിപ്പോൾ വിളിച്ചിരിക്കുകയാണ്. അയ്യച്ചേട്ടൻ തിരിച്ചു പോകുന്നു. അയ്യച്ചേട്ടൻ രക്ഷപ്പെട്ടു. വീണ്ടും നമ്മൾ പോകുന്നു ഷിയാബിലോട്ട്. കമോൺ ഷിയാബ്, പറയൂ. സഖാവ് അനിൽ അയ്യഖാൻ എങ്ങനെ ഓരോ വിദ്യാർത്ഥിയെയും ഉറക്കാമെന്ന് പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ ഓരോ കലാവിരുദ്ധകളും കണ്ടനങ്ങൾ രക്ഷപ്പെടലിനുള്ള കാരണം. തീർച്ചയായും അദ്ദേഹം രക്ഷപ്പെട്ടത് ഇതുകൊണ്ടാണ്. അദ്ദേഹത്തിന്റെ ആ മുങ്ങിക്കപ്പൽ വല്ലാത്ത അനുഭവമായിരുന്നു. ഇനി അനിൽ അയ്യഖാൻ അടുത്തതായി വരയ്ക്കാൻ പോകുന്നത് പ്രിസമാണെന്ന് പറയുന്നുണ്ട്. പക്ഷെ ഞങ്ങൾക്കൊന്നും മനസ്സിലാവുന്നില്ല. അത് സോറി ഷിയാബ്, സമയമില്ല. നമ്മുടെ അടുത്ത ഇതിന് നമ്മൾ ക്ഷണിക്കുന്നു അഖിൽ സിസി, അമൽ കൃഷ്ണബാബു. അവരുടെ ഈ നെല്ലിക്ക് എന്റെ ഉള്ളിടത്തോളം കാലം ഞാൻ ഉറങ്ങില്ല എന്ന് പ്രഖ്യാപിച്ചു. എന്ത് രസമാണെന്നോ. പക്ഷെ എനിക്ക് നോമ്പായത് കൊണ്ട് ഞാനത് കഴിക്കുന്നില്ല. നോമ്പായതുകൊണ്ട് കഴിക്കുന്നില്ല. അടുത്തതായി നമ്മുടെ റാസി അവിടെ കാണുന്നില്ല. റാസി രക്ഷപ്പെട്ടെന്നാണ് തോന്നുന്നത്. പക്ഷെ റാസി രക്ഷപ്പെട്ടതോ ബാക്ക് ബെഞ്ചിലോട്ടാണ്. റാസിയുടെ രക്ഷപ്പെടൽ പൂർണ്ണ പരാജയം. ഈ അടുത്ത വാർത്ത വിളിച്ച് എനിക്ക് ജീവനോളം